ബെർലിയം വൈറേഷ്യം. മനുഷ്യൻ്റെ കൗണ്ട് കുറയ്ക്കും. തീർന്നില്ല. പണ്ട് നിങ്ങൾ കുട്ടിക്കാനത്ത് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പനിയാന്ന് പറഞ്ഞാൽ ഡോക്ടർ പാരാസെറ്റമോളോ അമോക്സിലിനോ തരും. ഇപ്പം ചെല്ലുമ്പോഴേ സിസ്റ്ററോട് പറയത്തില്ലേ പ്ലേറ്റ്ലെറ്റഡ് ഷോക്കേസിൽ ഇരിക്കുന്ന പ്ലേറ്റ്ലെറ്റ് അല്ല, അമ്മാമ്മയുടെ RBC WBC HB. അപ്പം അറിയാം ഏതവനാ കുത്തിയെന്ന്. സ്വോത്രം. എത്ര ക്ലിയർ. കൗണ്ട് കുറയ്ക്കുന്ന വൈറസിൻ്റെ പേരാ ക്രോമിയം ബെർലിയം വൈറേഷ്യം. ശവം വെയിലത്ത് കിടന്നാൽ അതിനകത്ത് പൊട്ടുന്ന ഒരു വൈറസ് ഇന്ന് കേരളത്തിൽ സകലയിടത്ത്. അതിലാദ്യം തുടങ്ങിയത് ചിക്കൻ ഗുനിയ. അമ്മാമ്മയുടെ കാലിപ്പോഴും വേദനയുണ്ട്. കൗണ്ടെല്ലാം പിടിച്ചതാ. ഞാൻ അവിടെ അങ്ങ് തൊടുന്നില്ല. അങ്ങനെയെങ്കിൽ ആരൊക്കെ കൊന്നുകളയും? കൊതുക് മനുഷ്യനെ കൊല്ലും, തേനീച്ച മനുഷ്യനെ കൊല്ലും. ഇന്ന് നിങ്ങൾ ആശുപത്രിയിൽ പോയാൽ നിർണായകമായൊരു സംഭവം പറഞ്ഞു തരാം. ഏത് കൊതുകിൻ്റെ പേരാ അവർ ചോദിക്കുന്നത്? വായിക്കാം പാസ്റ്ററെ. ഏത് കൊതുക് മനുഷ്യനെ കൊല്ലും? ഈഡിസ്. വായിക്കാം. യെശയ്യാ പ്രവചനം 7:18. കൊതുക് കൊല്ലുമോ? നാട്ടുകാരെല്ലാം കൊല്ലും, കൊറോണ കൊല്ലും. യെശയ്യാ പ്രവചനം 7:18 ഒന്ന് വായിച്ചാട്ടെ. മിസ്രയീമിലെ നദികളുടെ അറ്റത്ത് നിന്ന്, മിസ്രയീമിന്റെ നദികളുടെ അറ്റത്ത് നിന്ന് കൊതുകിനെയും. ഈ കൊതുകിന്റെ പേര് കുട്ടിക്കാനം പ്രൈമറി ഹെൽത്ത് സെന്റർ, ഉപ്പതറ ഹെൽത്ത് സെന്ററിൽ ഇരിക്കുന്ന നേഴ്സിനോട് നാളെ ചെന്ന് ചോദിക്കണം, ചേച്ചി ഈ ചിക്കൻ കുനിയൊക്കെ കൊണ്ടുവരുന്ന കൊതുക് ഏതാ? പുള്ളിക്കാരി പറയും ഈഡിസ്. ഈജിപ്റ്റ് മിസ്രയീം കൊതുക് ഈഡിസ്. കണ്ടില്ലേ? അന്നാള് യഹോവ മിസ്രയീമിന്റെ അറ്റത്ത് നിന്ന് കൊതുകിനെയും. അടുത്തത് അശ്ശൂർ ദേശത്ത് നിന്ന് തേനീച്ചയെയും ചൂളകുത്തി വിളിക്കും. എന്നാള് മുണ്ടക്കയത്ത് ഒരു അച്ചാനെ തട്ടിയില്ലേ? ഗുണ്ടുകാട് സാബു അല്ല, ഓംപ്രകാശ് അല്ല, തമ്മന ഷാജി അല്ല, ആരാ? മുണ്ടക്കയത്ത് തേനീച്ച ഒരു അച്ചായനെ കൊന്നു. സ്വോത്രം. മിണ്ടുന്നില്ല. നിങ്ങൾ പേപ്പറൊന്നും വായിക്കത്തില്ല സ്വോത്രം. എടാ, കൊല്ലത്ത് കിടക്കുന്ന, ഞാൻ ഈ വാർത്ത വായിച്ചിട്ട് എല്ലാം ഫയലിനകത്ത് നോട്ട് ചെയ്യുന്നു. മുണ്ടക്കയത്ത് കിടക്കുന്നവർ നോക്കുന്നില്ല. മുണ്ടക്കയത്ത് ഒരു അച്ചായനെ ഗുണ്ടകളൊന്നും കൊന്നില്ല, തേനീച്ച കൂട്ടം കൂടി കൊന്നു. എവിടെ നിന്ന് ഇറങ്ങിയെന്നറിയാമോ? സിറിയയിൽ നിന്നൊരു പ്രത്യേക ടൈപ്പ് തേനീച്ച. വനത്തിലങ്ങം പോലെ അവന്മാർ ശരിയാക്കിക്കള്. അന്നാളിൽ യഹോവ മിസ്രയീമിന്റെ അറ്റത്ത് നിന്ന് കൊതുകിനെയും തേനീച്ചയും. ഇനി ഇടുക്കിക്കാർ കാണാൻ പോകുന്ന അടുത്ത വാർത്തയും കൂടെ പറഞ്ഞുതരാം. എപ്പോൾ നോക്കിക്കോ. കീരി എന്ന് പറയുന്ന ഒരു സാധനത്തിന് വല്ലവരും കണ്ടിട്ടുണ്ടോ? കീരി. മിണ്ടുന്നില്ല. മംഗൂസ്. കൈ ഉയർത്തി. അമ്മാമ മാത്രം ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വോത്രം. പാമ്പിനെ പിടിക്കുന്ന പുള്ളിക്കാരൻ്റെ പേരാ കീരി. 2024 ഞാൻ പറയുന്നു, കീരി മനുഷ്യനെ കയറി കടിക്കും. ഞാനല്ല, തൃശ്ശൂരിൽ മണ്ണുത്തി വെറ്റിനറി സർവകലാശാല അവിടെ റിസർച്ച് ചെയ്യുന്ന ചെറുപ്പക്കാരൻ എന്നോട് പറയാം, കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ കീരിയെ പഠിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ മോണയ്ക്കകത്തിരിക്കുന്ന വിഷത്തിൻ്റെ അളവ് കൂടിയാൽ ഈ കീരി പാമ്പിനെ എല്ലാം പട്ടാപ്പകൽ റോഡിൽ കൂടെ പോകുന്ന മനുഷ്യൻ്റെ കാലെ കടിച്ച് കൊല്ലുന്ന ഒരു കാലം ഇവിടെ വരാൻ പോകുന്നു. അന്ത്യകാലം വരാൻ പോകുന്നു. മഹാവ്യാധി. തീർന്നില്ല. പശുക്കൾക്ക് രോഗം, കോഴിക്ക് രോഗം, മാൾട്ടാ വൈറസ്, എന്തെല്ലാം ആഞ്ഞടിക്കുന്നു. തീർന്നില്ല. ഇടുക്കിക്കാരുടെ ശ്രദ്ധയ്ക്ക് ഒരു കാര്യം കൂടെ പറയാം. 2 മിനിറ്റ് കൂടുതൽ എടുത്താലും. ആവശ്യമില്ലാത്ത കുമിൾ നിങ്ങൾ ഒരു കാരണവശാലും വീട്ടിൽ കൊണ്ടുവന്ന് തോരൻ വെക്കരുത്. പെരുമ്പാവൂർ ഏറ്റവും നിർണായക സ്ഥലം ഇരിങ്ങോൾക്കാവ്. അവിടെ ഒരു ചെറുപ്പക്കാരി രാവിലെ ഇറങ്ങി. എന്തിനു വേണ്ടി? നല്ല കാവിൽ നടക്കാൻ. നല്ല കുമിള് കിട്ടി. അവർ വീട്ടിൽ കൊണ്ടുവന്ന് പാചകം ചെയ്തു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. വൈകിട്ടായപ്പോൾ സഹോദരിയുടെ ശരീരത്തിൽ മുഴുവൻ നീല. നേരെ ആലുവ രാജഗിരിയിൽ കൊണ്ടുപോയി. ഡോക്ടർ ചോദിച്ചു കരിമൂർക്കൻ കടിച്ചോ എന്ന്. അവർ പറഞ്ഞു കരിമൂർക്കനൊന്നും കടിച്ചില്ല. എന്താ കഴിച്ചതെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് ചട്ടി കൊണ്ടുവന്നപ്പോൾ കുമിളിനകത്ത് കിട്ടി സുന്ദരമായ കരിമൂർക്കൻ്റെ വിഷയം പറയാം. സഹോദരി മരിച്ചു, കുഞ്ഞുങ്ങളും ഭർത്താവും രക്ഷപ്പെട്ടു. ഇരിങ്ങോൾക്കാവിനകത്ത് ദിവസങ്ങൾക്ക് മുമ്പ് കടന്നുപോയ കരിമൂർക്കൻ്റെ വായിലെ സ്രവം കുമിളിനകത്ത്. ആ സ്രവം പറ്റിപ്പോകുന്നതല്ല. അടപ്പിനകത്ത് തീ വെച്ചിട്ട് പോലും ആ സ്രവത്തിനകത്ത് പാമ്പ് കടിക്കാത്ത സഹോദരി സ്രവത്തിൽ കൂടി മരിച്ചു കഴിഞ്ഞു. പാമ്പിൻ വിഷം, ബേഡ് ഫ്ലൂ, തത്തയെ വളർത്താൻ പെർമിഷൻ. എന്തിനാ? പണ്ടത്തെ കാലത്ത് കുട്ടിക്കാനത്ത് ഉപ്പുതറയിൽ നല്ല പറങ്കാങ്ങ ആൾക്കാർ തിന്നത്തില്ലേ? ഇന്ന് കുട്ടിക്കാനത്തെ അവറാച്ചായം പറങ്കാവ് മുറിച്ചുകൊണ്ടിരിക്കുക. കാര്യം കടവാവൽ അതിനകത്ത് തീരാൻ പോകുക. മഹാവ്യാധി മനുഷ്യനെ കൊല്ലുന്നു. വാൾ കൊണ്ട്, ക്ഷാമം കൊണ്ട് മഹാവ്യാധി. ഇതാ കൊറോണ. എന്താ കൊറോണ? കേട്ടോ? എന്താ കൊറോണ? കൊറോണയെ പാമ്പിന്ന് വന്ന വിഷയമല്ല. ചൈനക്കാരും തായ്ലൻഡുകാരും അവൻ്റെ വല്യപ്പന്മാർ ചേരേനെ ഉപ്പിട്ട് തിന്നുന്നവന്മാരായിരുന്നു. സ്വോത്രം. അതിന് വിഷയമൊന്നുമല്ല. കൊറോണ എന്താണെന്ന് നാട്ടുകാർ കേൾക്കണം. ഇസ്രായേൽ ലോകത്തിലെ ഇന്നത്തെ ഏറ്റവും നല്ല ടെക്നോളജി ഉള്ളതാ യഹൂദൻ. അവൻ്റെ കയ്യിലൊരു സാധനം ഇരിപ്പുണ്ട്. അതിൻ്റെ പേരാ വൈറസ് ബോംബ്. ഒറ്റ ഒരെണ്ണം കേരളത്തിലിട്ടാൽ എല്ലാം തീരും. പണ്ട് ഈ തെങ്ങിന് മണ്ടരി രോഗമൊന്നും വല്ല കേട്ട വല്ലവരും ഉണ്ടോ? കരമൊന്നും ഉയരുന്നില്ല. സ്വോത്രം. ഈ മണ്ടരി നിങ്ങളുടെ വീട്ടിൻ്റെ ഓരോ തെങ്ങിനകത്തും വല്ലവരും കൊണ്ടിട്ടോ അച്ചായ? ഇല്ല. എവിടെങ്ങാണ്ട് ഒരു മണ്ടരി അടിച്ചത് കേരളത്തിലെ തെങ്ങുകളെ മുഴുവൻ കൊണ്ടുപോയി. അതൊരു വൈറസ് ആയിരുന്നു മണ്ടരി.
അതാരാ കൊണ്ടുവന്നതെന്ന് ഇപ്പം പറയാം, രാഷ്ട്രീയക്കാരെല്ലാം കേൾക്കട്ടെ. കൊക്കക്കോള കമ്പനി ആദ്യമായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തപ്പോൾ കരിക്ക് വിൽപ്പന നിൽക്കാൻ വേണ്ടി അവനൊരു പ്രത്യേക വൈറസിനെ അടിച്ചതാ മണ്ടരി. ഇപ്പം വീട്ടിലും പിള്ളേർ ഇത് കുടിക്കുന്നതുകൊണ്ട് ഇപ്പം മണ്ടരി നിന്നോ തെങ്ങ് ലെവലായി. സ്വോത്രം. അതുപോലെ തന്നെ ഇന്ന് ഇസ്രയേലിൻ്റെ കയ്യിൽ സുന്ദരമായ ഒരു സാധനം ഇരിപ്പുണ്ട്, വൈറസ് ബോംബ്. അതാ ലോകരാജ്യങ്ങൾ അവനെ പേടിക്കുന്നത്. കണ്ടോ, ഇന്ത്യയിലെ ബാലാക്കോട്ടിൽ ഭീകരാക്രമണം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ വെളുപ്പിന് പാകിസ്ഥാനെ തൂത്തുപറക്കി അടിച്ചു. നിങ്ങൾ കണ്ടില്ലേ? അന്ന് പാകിസ്ഥാൻ പറഞ്ഞത് ഞങ്ങൾ ഇന്ത്യ അടിക്കുമെന്ന്. അന്ന് ഇസ്രയേലിൻ്റെ ഇവിടുത്തെ ആരും പറഞ്ഞില്ല. ഇസ്രയേലിൻ്റെ 3 യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കിടപ്പുണ്ട്. അത് കണ്ടിട്ട് ഒരൊറ്റ രാഷ്ട്രങ്ങളും ഇന്ത്യക്കെതിരെ മിണ്ടിയില്ല. മിണ്ടിയാൽ സെക്കൻഡ് കൊണ്ട് അവൻ വൈറസ് ബോംബ് അടിക്കും. പേടി. അവനെ ഒരെണ്ണം തൊടത്തില്ല. അത് കണ്ടിട്ട് ചൈന ഇന്ന് ഉണ്ടാക്കിയതാ ജനിതക വൈറസ്. അവൻ്റെ പേരാ കൊറോണ. കേട്ടോ? അല്ലാതെ പാമ്പും വിഷയമൊന്നുമല്ല. ചൈനയിലെ ഏറ്റവും വലിയ ലബോറട്ടറി എവിടെയാണെന്നറിയാമോ? വുഹാൻ. അവിടെ 2 പ്രത്യേക കണ്ടന്റ് കെമിസ്ട്രി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം. ലാബിനകത്ത് ജാറിനകത്ത് പ്രത്യേക കണ്ടന്റ് ഉണ്ടാക്കിയാൽ അതിനകത്ത് ജീവികളെ ഉണ്ടാക്കാം. വല്ലവർക്കും നാടൻ ഭാഷ. ഈ വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് കൂത്താടി വരുന്നത് വല്ലവരും കണ്ടിട്ടുണ്ടോ? മിണ്ടുന്നില്ല. സയൻസ് ആരും ഇവിടെ നല്ല കോളേജും സ്കൂളും ഒക്കെ ഉള്ളതാണെന്നുള്ള സ്വോത്രം. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്തിനാ മരണ വീട്ടിൽ ഇരിക്കുന്ന സ്വോത്രം പോയേ പറ്റത്തുള്ളൂ. സ്വോത്രം. പണ്ട് എൻ്റെ അടുത്ത് ഒരു അച്ചായൻ പറയുന്നത്, പാസ്റ്ററെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പൈസ ഇട്ടിട്ടുണ്ട്, വീട് വെച്ചിട്ടുണ്ട്, പക്ഷേ ശവപ്പെട്ടി ഒരച്ചായനും വീട്ടിൽ മേടിച്ച് വെച്ചേക്കിയല്ല. വെച്ചേ പറ്റത്തുള്ളൂ. സ്വോത്രം. പോണം. ബാക്കിയെല്ലാം ബുക്ക് ചെയ്യും, പക്ഷേ ഇത് ബുക്ക് ചെയ്യാല. പോയേ പറ്റൂ. അങ്ങനെയെങ്കിൽ ഈ കൂത്താടി വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് ആരും അറിയാതെ വെള്ളത്തിനകത്ത് എക്കലിൽ നിന്ന് പ്രത്യേകമായിട്ട് ഡൈവേർട്ട് ചെയ്ത ഈ കൂത്താടി ഉണ്ടാകുന്നത് ആരും കൊണ്ടിടണ്ട. അങ്ങനെയെങ്കിൽ 2 ജനിതക വാതകങ്ങൾ ചൈനയിലെ വുഹാന്റെ ലാബിനകത്ത് അവരുണ്ടാക്കി വൈറസ് ലോകരാജ്യങ്ങളെ തകർക്കുവാൻ. പക്ഷേ കാര്യം ലീക്ക് ഔട്ട് ആയിപ്പോയി. കാര്യം എന്താ പറയുക? ഇസ്രയേൽ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൻ കൊച്ചി ലക്ഷറി അപ്പച്ചൻ ICU ഓക്സിജൻ കൊടുക്കുന്ന പോലെ കൊടുത്ത് വെച്ചിട്ടുമുണ്ട്. അവൻ ചില്ലറക്കാരനല്ല. ശബത്തിനകത്ത് മുട്ടുമടക്കി നിലവിളിക്കുന്നവനാ യഹൂദന്റെ ശാസ്ത്രജ്ഞൻ. അവനോട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വോത്രം. ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരാ? പിന്നെ നമ്മുടെ ആൽവ എഡിസൺ ആണോ? റൈറ്റ് സഹോദരന്മാരാണോ? അല്ലെ നിങ്ങളുടെ മൊബൈൽ കണ്ടുപിടിച്ച മില്ലറാണോ? കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചവനോ? ഇവനെങ്ങാണോ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ? കൊള്ളാം. ആദ്യത്തെ ശാസ്ത്രജ്ഞ യാക്കോ വലിയ വല്ലപ്പൈ. വല്ലവർക്കും അതറിയാമോ? പണ്ട് അപ്പനെ പറ്റിച്ച് ചേട്ടനെ പറ്റിച്ച് പുള്ളിക്കാരൻ എവിടെ പോയി? ശാന്തമ്പാറ്. അവിടെ ആയിരുന്നു ലാബാന്റെ വീട്. 2 കൃഷിയുള്ളായിരുന്നു. 1 റബ്ബറും ആടും. റബ്ബറിന്റെ വില ആശയം കരാറ് പോയി. ആട്ടിന് രോഗവും വന്നു. വെളുത്ത ആടിനെ കമ്പോളത്തിൽ കയറ്റിയാൽ വിലയും കിട്ടത്തില്ല. ലാബാന് പിടികിട്ടി പ്രാർത്ഥിക്കുന്ന അവനെ കൊണ്ടേ വല്ലതും നടക്കൂ. സ്വോത്രം. പുള്ളിക്കാരൻ എന്തോ ഇതെന്നറിയാമോ? ലാബാൻ പറഞ്ഞു, മോന് കാര്യങ്ങളെല്ലാം റെഡിയാക്കണം. യാക്കോബിന് 3 പെൺപിള്ളാരെ ഫോട്ടോയും കൊടുത്തു. ലേയുടെ, റാഗേലിന്റെ, തീർന്നില്ല ദാസിയുടെ. ഇവൻ സാംസങ് ഇതും വെച്ചിട്ടാ ആട്ടിനെ വയ്ക്കാൻ പോയി. ഉച്ചയ്ക്ക് ഒരു കാര്യം ചെയ്ത് ആട് വെള്ളം കുടിക്കാൻ വന്ന് ഓക്കെ കലക്കിയ കാളിത്തീറ്റ, അതിനകത്ത് പുന്നപടി ഞെരിഞ്ഞിൽ വടി ആട്ടിന് കൊടുത്തു. 6-ാം മാസം ചെനയറ്റ് പ്രസവിച്ചു. ആടേതായി? കറുത്താടും വരയാട്. ആട്ടിന്റെ കളർ മാറ്റിയതാരാ? രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ആണോ? മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയാണോ? ആദ്യത്തെ ശാസ്ത്രജ്ഞൻ യഹൂദൻ. കിടക്കുന്നു. സ്വോത്രം. ഇടുക്കിയിൽ ആടില്ലല്ലോ. കാഴ്ചമംഗളായി പോകുമ്പോഴൊക്കെ ഒന്ന് കൈവച്ചേക്കണം. വല്യപ്പൻ കൈവച്ചാന്ന്. സ്വോത്രം. നിൽക്കട്ടെ, അവിടെ കൊണ്ട് നിൽക്കട്ടെ. അങ്ങനെയെങ്കിൽ അതുണ്ടാക്കിയത് ചൈന ഉണ്ടാക്കി കൊറോണ. പക്ഷേ ലാബിനകത്ത് ജാറിൽ നിന്ന് സാധനം ലീക്ക് ഔട്ടായി. ആ ലീക്ക് ഔട്ടായ കൊറോണയാ ഇന്നവിടെ കാണുന്നത്. നമ്പർ 1, കൊറോണ അടിച്ചവന്റെ ശരീരം തൊട്ടാൽ അത് എക്സ്പ്രസ് നമ്മുടെ ശരീരം. 2, മൃതദേഹം കത്തിച്ചാൽ അതിൽ നിന്ന് വേറെ വൈറസ്. 3, കൂട്ടി മൃതദേഹം ഇട്ടാൽ മണ്ണിനകത്ത് ആ മൃതദേഹം പൊട്ടിയാൽ അതിനകത്ത് നിന്ന് വീണ്ടും വൈറസ്. 4, ഇതെവിടെ അടക്കാം? ഈ മൃതദേഹം വെള്ളം നദിയോട് ചേർന്ന ഏതെങ്കിലും ഭാഗത്ത് മനുഷ്യനെ അടക്കാം. അത്രയും നിർണായകമായ വൈറസ് കൊറോണ. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള പല കുഞ്ഞുങ്ങൾ MBBSകാർ ഇപ്പോൾ അവിടുന്ന് തിരിച്ചു പറഞ്ഞു. അവരെന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ മൊബൈൽ വേണേ അയച്ചു തരാം. വഴി നീളെ കിടക്കുക, എത്ര എണ്ണം മരിച്ചു കിടക്കുക. അറിയാത്ത രീതിയിൽ കൊറോണ മഹാവ്യാധി. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞക്കുതിര, വാൾ, ശാപം, മഹാവ്യാധി. അങ്ങനെയെങ്കിൽ ചൈന കിടക്കുന്നവൻ്റെ അവസ്ഥ ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? 1000 അല്ല, 2000 അല്ല, 4 സ്ട്രീറ്റ് മുഴുവൻ ഇത് അടിച്ചുകൊണ്ടിരിക്കുക.
ചൈനയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു കാര്യങ്ങൾ കൈവിട്ടുപോയി. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യന്റെ അടക്കം എങ്ങനെ നടക്കുമെന്ന് ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. ഉപ്പതറക്കാരറിയണം ഞങ്ങൾ ഈ വചനം പ്രസംഗിക്കുന്നത് എന്തുകൊണ്ട്. വായിക്കാം. എഗസ്കേൽ 39, 14, 15 വാക്യങ്ങൾ. അന്നാളിൽ അടക്കം ഇന്ന് ചൈനയിൽ കാണുന്നത്. വായിക്കാം. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് വഴിനീള കടക്കുക. കോട്ടിട്ട അച്ചായൻ MBBS പോയ മോളെ ഒറ്റ എണ്ണം തൊടുന്നില്ല ചൈനയിൽ. ഇടയ്ക്ക് ടെലിവിഷൻ കണ്ടോണേ. വഴിനീള കടക്കുക. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ. ശവങ്ങളെ ഒരുത്തരും അടക്കത്തില്ല. ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവൃത്തിക്കാരെ നിയമിക്കും. ഇപ്പോഴത് തൊടത്തില്ല കേട്ടോ. ഇനി അടുത്തത് 7 മാസം കഴിഞ്ഞ ശേഷം ഇതൊന്ന് ക്ലിയർ ഔട്ട് ആവണേ. മാസങ്ങൾ എടുക്കണം. അടുത്തത് അവർ പരിശോധന കഴിക്കും. ഡെഡ് ബോഡി അഴുകും. വായിക്കാം. അടുത്തത് ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാർത്ഥിയെ കണ്ടാൽ ആരും തൊടത്തില്ല. അപ്പച്ചന്റെ ഡെഡ് ബോഡി ബന്ധുക്കാരും തൊടത്തില്ല, മക്കളും തൊടത്തില്ല, എല്ലിനകത്ത് ഒരുത്തനും തൊടത്തില്ല. മനുഷ്യാസ്തി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വയ്ക്കും. വെക്കും. അടുത്തത് അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഹോഗ് ഇസ്രായേലിനോട് വരുന്ന യുദ്ധത്തിനകത്ത് വരാൻ പോകുന്ന യുദ്ധഭീതിയുടെ നിറത്തിൽ വൈറസ് പൊട്ടിയാലുള്ള അവസ്ഥയെ പറ്റി എഴുതിയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം. സെമിത്തേരിക്കകത്ത് അടക്കത്തില്ല. കുട്ടിക്കാനത്ത് പൊതുശ്മശാനത്തെ അടക്കത്തില്ല. ഏതെങ്കിലും റേഡിയേഷൻ ഏക്കാതെ വെള്ളം എപ്പോഴും സർക്കുലേറ്റ് ചെയ്യുന്ന മണ്ണിനകത്ത് മനുഷ്യന്റെ ശവശരീരം കൂട്ടത്തോടെ കുഴിച്ചിടുന്ന കാഴ്ച ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചിട്ട് ഇവിടെ നിന്ന് പോയാൽ ചൈനയിൽ കാണാൻ പോകുന്നു. കണ്ടില്ലേ? അച്ചായൻ കോട്ടിട്ട കോടികളുള്ള ടെക്നോളജിയുള്ള അച്ചായന്റെ ബോഡി, ഡെഡ് ബോഡി ഷോപ്പിംഗ് മാളിന്റെ മുമ്പിൽ നിങ്ങളുടെ മീഡിയയിൽ കണ്ടു. പഠിക്കുന്ന പിള്ളാരുടെ ബോഡി അടക്കം ചെയ്യാൻ ഒരു കുഞ്ഞുങ്ങളുമില്ല. ഇന്ന് രാത്രി ഉപ്പുതറയെ ഈ വൈറസ് ഒക്കെ ഇവിടെ ഒന്ന് ആഞ്ഞടിച്ചാൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈട്ടിപ്പെട്ടിക്കകത്ത് കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പ കിട്ടത്തില്ല, ഇരുക്കി അടത്തത്തില്ല, കിടത്തി അടക്കത്തില്ല, കുന്തിരുക്കം കൂട്ടി പുകയ്ക്കത്തില്ല. പച്ച മനുഷ്യൻ ഇടുക്കിയുടെ പട്ടണത്തിൽ വീണ് കിടക്കുന്ന ഒരു കാഴ്ച വരും. സ്വന്തം മക്കള് പോലും തൊടാതെ ഏതെങ്കിലും ചെറുതോണി ഡാമിന്റെ കരയിൽ എക്കലിനകത്ത് മനുഷ്യനെ അടക്കുന്ന ഒരു കാലം വരുമെങ്കിൽ, ഇന്ന് ചൈനക്കകത്തത് കൊറോണ പുറപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെട്ട് ദൈവസന്ധി മടങ്ങി വാ. ഇന്ന് രാത്രി ഉപ്പുതറ പട്ടണമേ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് രാത്രി മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം ഇന്ന് രാത്രി യേശുവിന്റെ നാമം. ഇന്ന് രാത്രി നീ പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. നെഞ്ചത്ത് കൈവച്ച് വിളിച്ചു പറ, യേശു എന്റെ ഏക ദൈവം, യേശു എന്റെ ഏക രക്ഷിതാവ്, യേശു എന്റെ ഏക കർത്താവ്. ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർത്ത ആ നാഥൻ നിന്നെ ചേർക്കാൻ വരാറ്. സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിൽ അങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്ക്. ഇതാ ഞാൻ വേഗം വരുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ഉപ്പുതറയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് രാത്രി ആത്മാവ് സഭകളോട് പറയുന്നത് ഉപ്പുതറ ചെവിയുള്ളവൻ കേൾക്കട്ടെ. One of the most more disease come to corona. Millions of people out of China, maybe lakh people go. മഹാവ്യാധി, മരണം. 2 ഗുജറാത്തിൽ ഇറങ്ങി വെട്ടുക്കിളി. ബൈബിളിനകത്തുണ്ടോ? ഇവൻ വരും മഹോപദ്രവം. സാമ്പിൾ വെളിപ്പാട് 9:2-3 വായിക്കാൻ കുഞ്ഞെ. വെളിപ്പാട് 9:2-3 വാക്യങ്ങൾ വേഗത്തിൽ. വെളിപ്പാട് 9:2. അവൻ അഗാധ കൂപം തുറന്നു. ഉടനെ പെരുംചൂളയിൽ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. ബൈബിൾ അവിടെ നിർത്തിയേക്കണേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അഗാധ കൂപം നരകമൊന്നുമല്ല, വൾക്കാനോ അങ്ങനെ ഒരു സംഭവം പിള്ളേർക്ക് അറിയാമോ? അഗ്നിപർവ്വതം. സുനാമി എന്തുവെന്നറിയാമോ? കടലിളകിയതല്ല. 2004 ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ കടലിന്റെ അടിയിൽ അഗ്നിപർവ്വതം പൊട്ടിയതാ, ലാവ ഇറങ്ങിയതാ, പശ്ചിമേഷ്യ തീർത്ത സുനാമി. അങ്ങനെയെങ്കിൽ ഇന്ന് ഫിലിപ്പൈൻസിൽ അഗ്നിപർവ്വതം, റോസ്ലാൻഡിൽ അഗ്നിപർവ്വതം, എല്ലാ സ്ഥലങ്ങളും 200-ൽ പരം അഗ്നിപർവ്വതം പുകയുന്നു. അത് പൊട്ടിയാൽ, അഗ്നിപർവ്വതം പൊട്ടിയാൽ, അടുത്ത വാക്ക് പക്ഷെ എല്ലാവരും മനസ്സിലാകണം. വെളിപ്പാട് അടുത്ത വാക്കൂടെ. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. മതി, അന്ധകാരം ഭൂമിയെയും. ബാക്കിയെങ്കിലും ദൈവമക്കൾ പറ. ബോംബിട്ടതല്ല, അഗ്നിപർവ്വതത്തിന്റെ പുക ആകാശത്തിലേക്ക് കയറിയാൽ
പ്ലെയിൻ സർവീസ് കാണത്തില്ല, സൂര്യന്റെ പ്രകാശം ഇറങ്ങി വരത്തില്ല. ഇതെല്ലാം ബൈബിളിനകത്ത് അഗാധ കൂപം. അതിപ്പോഴേ ഒന്നും തുറക്കത്തില്ല. സാമ്പിള് തൃശ്ശൂർ പൂരത്തിന് വടക്കേക്കരയും തെക്കേക്കരക്കാർ സാമ്പിൾ അടിക്കുന്ന പോലെ അതിൽ 2-3 സാമ്പിളിനെ വിട്ടു. അടുത്തത് വായിക്കാം. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. അടുത്തത് പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. കിടക്കുന്നു കാര്യം. പുകയിൽ നിന്ന് ഭൂമിയിലേക്ക് വെട്ടുക്കിളി പുറപ്പെട്ടു. അടുത്തത് അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. പ്രത്യേകതരം കിളി, എ സെപ്പറേറ്റ് ടൈപ്പ് ഓഫ് ബേർഡ് കം ടു ഗുജറാത്ത്, ദ PM മോഡി സ്റ്റേറ്റ്. അത് വന്നു കഴിഞ്ഞു. അടുത്തത് നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ല. കൈവിടപ്പെട്ടു പോകുന്നവനെ സകലനെ ഇത് കൈകാര്യം ചെയ്യും. കേട്ടോണ്ടേ എഴുന്നേൽക്കാവൂ. 1986 ഹാമറൂൺ അഗ്നിപർവ്വതം പൊട്ടി. ഒരു പ്രത്യേകതരം കിളി ഇറങ്ങി. സ്ത്രീയുടെ മുഖം, വാലിന് നീളം. നിങ്ങളുടെ ഏഷ്യാനെറ്റ് വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കും. 80 മൈൽ നൈജീരിയ വരെ പറന്നു. എവിടുന്നാന്ന് ആർക്കും അറിയത്തില്ല. ഒരു പ്രത്യേക കിളി അഗ്നിപർവ്വതം പൊട്ടിയ ലാവയിൽ നിന്ന്. തീർന്നില്ല. കണ്ണൂർ അഞ്ചരക്കണ്ടി 2013 40 പാമ്പുകൾ. പ്രത്യേകതരം മുഖം, ഒരു വല്ലാത്തത് നീളമുള്ള പാമ്പ്. ഗാന്ധിജി യൂണിവേഴ്സിറ്റി കേരള എല്ലാം ലൈവ് എടുത്തു വെച്ചിരിക്കുന്നു. അത് കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ നിന്ന് 200 മീറ്റർ ആകാശത്തിൽ പറന്നു. പിന്നെ കണ്ടിട്ടില്ല ഈ പാമ്പ് അവിടെ പോയെന്ന്. സ്തോത്രം. തീർന്നില്ല. ഇനിയുള്ള കാര്യം കേൾക്കണേ. പണ്ട് ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ പറയും, പാസ്റ്റർ ഇതൊക്കെ വല്ലതും ഉണ്ടോ? സൗദി അറേബ്യയിൽ പോയി മണ്ണ് കുടിച്ചാൽ മതി പാമ്പുണ്ടോ എന്ന് അപ്പം അറിയാം. 50 ഡിഗ്രി സെന്റിഗ്രേഡ് മണലിനകത്ത് സുന്ദരമായ പാമ്പ് കിടപ്പുണ്ട്. സ്തോത്രം. തീർന്നില്ല. അങ്ങനെയെങ്കിൽ അഗാധ കൂപത്തിനകത്ത് നിന്ന് വെട്ടുകിളി അത് എഴുന്നേറ്റ് വരും. ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറിന്റെ സംസ്ഥാനം ഗുജറാത്ത് കണ്ടില്ലേ? കൂട്ടമായിട്ട് ഇറങ്ങിയിരിക്കുക ഈ കിളി. ഒരു പ്രത്യേക മുഖം, വാലിന് നീളം. പടക്കം പൊട്ടിച്ചാൽ പോവിയല, തോക്കെടുത്താൽ പോയല. നിങ്ങളുടെ മൊബൈലിലും ഇന്ത്യൻ എക്സ്പ്രസ് മുഴുവൻ റിപ്പോർട്ട് ചെയ്തു. വേളകൾ മൊത്തം ഇവ അടിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. പാകിസ്ഥാനിൽ അടിയന്തരാവസ്ഥ. സകല കൃഷിയും വെട്ടുക്കിളി നശിപ്പിച്ചു. തീർന്നില്ല. ഇനി അടുത്തത് റൊമേനിയയിൽ. അന്ത്യകാലത്ത് ഇത് എവിടുന്ന് വന്നെന്നറിയത്തില്ല. സാമ്പിൾ വെടിക്കെട്ട് വെട്ടുക്കിളി. തീർന്നില്ല. ഈ വെട്ടുക്കിളിയുടെ പ്രത്യേകത കേട്ടോ. സ്ത്രീയുടെ മുഖം പോലെ, വാലിന് നീളം. ഈ വാലിനകത്ത് ചില സെഗ്മെന്റ് ഉണ്ട്, ശൽക്കങ്ങൾ. ഉപ്പുതറ കർത്താവിനെ കാണാതെ കൈവിടപ്പെട്ടു പോയ അച്ചായന്മാർ വൈകിട്ട് കൊച്ചുപീടി അടിച്ച് കമ്പോളത്തിൽ ഇരിക്കുമ്പോൾ ഈ കിളി വരും. യവൻ തോമാച്ചാനെ അവറാച്ചാനെ ഓരോ കുത്ത ഒരു മുള്ളകത്ത് കയറും. അതിവേദന. വെട്ടുക്കിളി. തീർന്നില്ല. അന്ന് നടക്കുന്ന സംഭവം എങ്ങനെ നമ്മുടെ നാടൻ ഭാഷയിൽ സ്വോത്രം. നമ്മുടെ ഉപ്പുതറയിലെ അമ്മിണിമാമയും അച്ചമുച്ചാനും സ്വോത്രം. അമ്മിണിമാമ രാവിലെ കർത്താവിൻ്റെ വരവ് പോയില്ലേ? മോനും മോളും കല്യാണം കഴിഞ്ഞ് ബെഡിനകത്ത് കിടക്കുകയാണ്. അച്ചായൻ രാവിലെ മനോരമ വായിക്കാൻ ചാരുകസേര ഇരിക്കുക. അമ്മിണിമാമ കാപ്പി അനത്തി കൊണ്ടുവരുമ്പോൾ ഇവ ഇങ്ങനെ പറന്നു വരും. അമ്മിണിമാമ അച്ചമുച്ചാൻ്റെോട് പറയും, അച്ചായ പച്ചവെട്ടിൽ വരുന്നത് കേരള ലോട്ടറി അടിക്കാനാണ്. സ്വോത്രം. കേരള ലോട്ടറി അല്ല അമ്മിണിമാമ. സ്വോത്രം. വായിക്കുന്ന അച്ചായൻ ഒരു കുത്ത്. തീർന്നില്ല. ചായ കൊണ്ടുവരുന്ന അമ്മിണിമാമയ്ക്ക് ഒരു കുത്ത്. അയ്യോ എന്ന് നിലവിളി. കല്യാണം കഴിഞ്ഞ ജോസ്മിയും ജോമോനോടെ കമ്പിളിയെ കിടക്കുക. രണ്ടിനും ഓരോ കുത്ത്. സ്വോത്രം. കുണപ്പെടാത്ത എല്ലാത്തിനും കുത്ത ഇറങ്ങിയിരിക്കുക. സ്വോത്രം. നീ മാനസാന്തരപ്പെട്ടോ. തീർന്നില്ല. ഈ കുത്ത് കിട്ടിയാൽ ഈ കിളി സ്റ്റാർട്ടിങ് വെളിപ്പാട് പുസ്തകം 9:6. നാട്ടുകാർ ഉപ്പതറക്കാർ കേൾക്കട്ടെ, തീരാൻ പോവാ ലോകം. വെളിപ്പാട് 9:6 ഇത് കുത്തിയാൽ വായിക്കാൻ പറ്റും. അക്കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. കാണുകയില്ലതാനും മരിപ്പാൻ കൊതിക്കും. മരണം അവരെ വിട്ട് ഓടിപ്പോകും. 4-ാം മുദ്ര കോൺട്രവേഴ്സി. അച്ഛാ ഇത്രയും സമയം തന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കോൺട്രവേഴ്സി. ഉപദ്രവത്തിൽ ഇൻസ്റ്റന്റ് ഡെത്ത്, മഹോപദ്രവത്തിൽ മരണമില്ല. കണ്ടോ? അക്കാലത്ത് മനുഷ്യൻ മരണം കാണാൻ കൊതിക്കും, മരണം ലഭിക്കത്തില്ല. എന്താ മരണം? കണ്ടോ? ഇത് കുത്തിയാൽ അമ്മിണിമാമ ഓടും ചെറുതോണി വെള്ളത്തിൽ. ചാടിയാൽ മരിക്കത്തില്ല. മരിക്കുന്ന സയൻസ്. നിങ്ങൾ വെള്ളത്തിൽ ചാടുമ്പോൾ കഴുത്തെറുകുമ്പോൾ ക്രോമസോം ഡിവൈഡ് ചെയ്യും. അന്നേരം മരണം. മരത്തെ ഉപ്പുതറ കെട്ടി തൂങ്ങിയാൽ കഴുത്തിവിടെ ഇറുകുമ്പോൾ ക്രോമസോം ഡിവൈഡ്, ഗോ ടു ഡെത്ത്. വെള്ളത്തിൽ ചാടിയാൽ ഡ്രൗണിങ്, കയറത്തില്ല. പിന്നെ വണ്ടിയുടെ മുമ്പ് ചാടിയാൽ അന്നത്തെ കാലത്ത് എന്തോയും ശരീരം തന്നെ അങ്ങ് ഒട്ടിപ്പിടിപ്പിക്കും. പെരുമ്പാമ്പ് പോലെ മുറിയത്തില്ല, കയറിപ്പിടിക്കും. ട്രെയിനിന്റെ മുമ്പിൽ ചാടിയാൽ ഈ വെട്ടുക്കിളിയുടെ കുത്ത് കിട്ടിയാൽ മനുഷ്യൻ മരണം കാണാൻ കൊതിക്കും. മരണം കിട്ടാത്തൊരു കാലം വരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, 86-ൽ ഹാമറൂണിൽ ലാവയിൽ നിന്ന് ഒരു പ്രത്യേകതരം കിളിയെങ്കിൽ 2013-ൽ ദാ കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ പാമ്പ് പറന്നെങ്കിൽ, ഈ പുതുവർഷത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദി സാറിന്റെ പട്ടണത്തിൽ മുഴുവൻ വെട്ടുക്കിളി ഇറങ്ങിയെങ്കിൽ, പാകിസ്ഥാനിൽ വെട്ടുക്കിളിയുടെ അടിയന്തരാവസ്ഥ വന്നെങ്കിൽ,
റൊമേനിയയിൽ വെട്ടുക്കിളി വന്നെങ്കിൽ അഗാധ കൂപത്തിന്റെ വാതിലുകൾ തുറക്കാൻ കാലമായി. എന്നാൽ അതിനു മുമ്പ് കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ, സഭയെ ചേർക്കുവാൻ നാഥൻ വരാറ്. ഇന്ന് രാത്രി ഉപ്പുതറ സെന്ററിൽ നിന്റെ ദൈവത്തെ എതിരേൽപ്പാ. ഇന്ന് രാത്രി നീ ഒരുങ്ങിക്കൊള്ളുക. കാലം തീരാറായി, കാന്തൻ വരാറായി. ഇന്ന് രാത്രി അക്കമിട്ട് നിരത്തുക. അന്ന് ഒരുവൻ മാത്രം കരയും. ആരാന്നറിയാമോ? ഒറ്റ ശവപ്പെട്ടിയും കച്ചവടം നടക്കത്തില്ല, ശവപ്പെട്ടിക്കാരൻ. സ്വോത്രം. മരണം അവരെ വിട്ട് ഓടിപ്പോകുന്ന കാലം. ഇന്ന് രാത്രി സത്യവചനം ഉപ്പുതറ പട്ടണത്തിലെങ്കിലും കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളോട് ഒരു ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് ഗുജറാത്തിൽ വെട്ടുക്കിളി പറന്ന തലമുറയോട് പറഞ്ഞു, ഇത് ദുഷ്കാലമാകയാ, സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവേ. ഒരിക്കൽ കൂടി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. കൊറോണ ഈസ് വയലേറ്റിംഗ് ചൈന, ആൾസോ സെപ്പറേറ്റഡ് ടൈപ്പ് ഓഫ് ബേർഡ് ഇൻ ഗുജറാത്ത്. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാ. നീ ഒരുങ്ങിക്കൊള്ളുക. സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്ക്. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാ. എന്റെ നാഥൻ വരാറായി. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നിർത്തും. മിസ്റ്റർ അമിത്ഷാ, വൺ മാൻ വൺ വേ വൺ സോഷ്യൽ സെക്യൂരിറ്റി, ഫാസ്ടാഗ് റിലേറ്റഡ് ടു ഇസ്രായേൽ. അത് പറയുമ്പോൾ തീരും. ഇപ്പോൾ ദൈവകുഞ്ഞുങ്ങൾ മുൻപോട്ട് വരും. ഒരു പാട്ടിൻ്റെ ചരണങ്ങൾ പാടും. കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കും. ദൈവകുഞ്ഞുങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കും. ഒരു പക്ഷേ 9-5 ഇന്നലത്തെ കണക്കൊന്ന് സഹകരിക്കുക. വരാൻ പോകുന്നു ഇന്ത്യ ടു ഇസ്രായേൽ, ദെൻ ഫാസ്ടാഗ്. അതിലേക്ക് കുഞ്ഞുങ്ങൾ ഇപ്പോൾ പാട്ടുപാട് സ്വോത്രാഴ്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ അത് ചെയ്യും. ദയവായി ശ്രദ്ധിക്കുക. 1-2 അറിയിപ്പുകളുണ്ട്. അതിനുശേഷം സമയം പോലെ ഏതാനും ചരണങ്ങൾ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രകാഴ്ചയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവർ അത് എടുക്കുവാനുള്ള ക്രമീകരണം ചെയ്യുക. നാളത്തെ പ്രോഗ്രാം ആദ്യമായിട്ട് അറിയിക്കുന്നു. രാവിലെ 10 മുതൽ 1 മണി വരെ ഉപവാസ പ്രാർത്ഥനയും സഹോദരി സമാജത്തിൻ്റെ വാർഷിക സമ്മേളനവും ഇവിടെ വെച്ച് നടക്കുകയാണ്. അതിൽ എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വന്ന് പങ്കെടുക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. മുഖ്യ സന്ദേശം നൽകുന്നത് സിസ്റ്റർ ശ്രീലേഖ മാവേലിക്കര എന്ന് പറയുന്ന കർത്തൃദാസിയാണ്. അതിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ ഇവിടെ പൊതുയോഗം ഉണ്ടായിരിക്കുന്നതാണ്. വാത്സല്യ കർത്തൃദാസ് പാസ്റ്റർ കെ ജോയ്, ന്യൂഡൽഹി, അദ്ദേഹം നാളെ രാത്രിയിൽ നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. നാളെ വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ പ്രാർത്ഥനാമുറിയിൽ പ്രാർത്ഥിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൈവസഭകൾ സ്വരാജ്, ഏറുമ്പടം, ചേന്തറാർ 3-ാം ഡിവിഷൻ, കോട്ടമല, പുള്ളിക്കാനം എന്നീ സഭകൾ അവിടെ പ്രാർത്ഥനാമുറിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. പ്രത്യേകമായി മറ്റൊരു കാര്യം ഓർപ്പിക്കുന്നത്, സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന പ്രിയമുള്ളവർ നിങ്ങളുടെ ലോക്കൽ സഭയിലെ ശുശ്രൂഷകനോട് ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെയോ തന്നെ അത് സെൻട്രൽ ശുശ്രൂഷകനെ ആ വിവരങ്ങൾ അറിയിക്കണം. അതിന് ചില ക്രമീകരണങ്ങൾ നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് അല്പം വ്യത്യാസപ്പെടുത്തി ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി തന്നെ സ്നാനപ്പെടുവാൻ താല്പര്യമുള്ളവർ ഇന്ന് വൈകുന്നേരം തന്നെ അല്ലെങ്കിൽ ഇന്ന് ഇവിടുന്ന് കടന്നു പോകുന്നതിന് മുൻപ് തന്നെ ആ കാര്യം ഉറപ്പിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ അറിയിച്ചതിന് ശേഷമാണ് അതിൻ്റെ സമയങ്ങൾ നിങ്ങളോട് അറിയിക്കും. അതിനുവേണ്ടി ആണ് ആ ക്രമീകരണം ചെയ്യുന്നത്. ഇവിടെ നടക്കുന്നതായിരിക്കുന്ന പ്രോഗ്രാമുകൾ നമുക്ക് വിദൂരങ്ങളിലിരുന്ന് കാണുവാൻ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് കാണുവാനുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൈ ലൈവ് സ്ട്രീം കുമളി, അതുപോലെ തന്നെ ഇവിടെ ലോക്കൽ കേബിൾ ടി വിയിൽ ബ്രദർ മൈക്കിൾ അവർ നടത്തുന്ന സ്കൈ ടി വി കേബിൾ നെറ്റ്വർക്കിലും, അതുപോലെ മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ ലൈവ് അബുദാബി എന്നീ നിലകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് നൽകുന്നത് പ്രിയ TS ഫിലിപ്പ് പാസ്റ്ററുടെ മകൻ പ്രിയ സഹോദരൻ സജൻ ടി ഫിലിപ്പാണ്. ഈ പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ കാണുവാൻ, വിദൂരങ്ങളിൽ കാണുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. അവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദേവദാസന്മാർ മുൻപോട്ട് കടന്നു വന്ന് ഒരു ഗാനത്തിൻ്റെ ഈരടി പാടും. അപ്പോൾ സ്തോത്ര കാഴ്ച വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യും. ലക്ഷോപലക്ഷം ദൂതർ സേവിതരിതാ, ലക്ഷോപലക്ഷം ദൂതർ സേവിതരിതാ. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനാ, യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനാ. വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവാൻ
വാനിൽ വാനിൽ വരുന്നു വാറ്റുവിൻ തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ സകല വിശുദ്ധ ദൂത സംഘ പരിവാരത്തോടെ സകല വിശുദ്ധ ദൂത സംഘ പരിവാരത്തോടെ വാനിൽ വാനിൽ വരുന്നു വാട്ടുവിൻ വാനിൽ വാനിൽ വരുന്നു വാട്ടുവിൻ ആർത്തുപാടുന്നോർത്തു കേൾക്കുവീനിത് ആർത്തുപാടുന്നോർത്തു കേൾക്കുവീനിത് വലിയ പെരുവെള്ളത്തിനിരച്ചിൽ കൊത്തതാമൊലി വലിയ പെരുവെള്ളത്തിനിരച്ചിൽ കൊത്തതാമൊലി വാനിൽ വാനിൽ അതിഗംഭീരമായി വാനിൽ വാനിൽ അതിഗംഭീരമായി തന്നെ നോക്കി പാർത്തിടും ജനം ജനം തന്നെ നോക്കി പാർത്തിടും ജനം ജനം കാഹളധ്വനി കേൾക്കും മാത്രയിൽ വാനിൽ പൂകുമേ കാഹളധ്വനി കേൾക്കും മാത്രയിൽ വാനിൽ പൂകുമേ മോദാൽ മോദാൽ വാനിൽ പൂകുമേ മോദാൽ മോദാൽ വാനിൽ പൂകുമേ ഒരു നിമിഷം കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അർപ്പിച്ച സ്തോത്ര വഴിപാടിനെ തുടർന്നുള്ള ശുശ്രൂഷകളുടെയും അനുഗ്രഹത്തിനായി ബേബി സാർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയെ നമ്മളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ദൈവജനത്തിൻ്റെ ആധികാരികമായ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ചയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം ഇതിൽ കൈനീട്ടിയിട്ടുണ്ടോ അവരെ എല്ലാം അനുഗ്രഹിപ്പാൻ ബലിനാദയും ശക്തനായിരിക്കും ദൈവമാകുന്ന നന്ദിയോടെ സ്തോത്രം. അനുകാല സംഭവങ്ങളൊക്കെ ഞങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിലേറെ പ്രത്യാശയോടെ ജീവിപ്പാൻ കർത്താവെ അവിടെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഞങ്ങളുടെ വചനം ശക്തിയോടെ പ്രഘോഷിപ്പാൻ ഞങ്ങളുടെ അഭിഷേകത്തിനെ ദൈവം കരങ്ങളെടുക്കണമേ കർത്താവെ. കേൾവിക്കാരായി ഞങ്ങളെ ദൈവം ഒരുക്കണമേ, വചനത്തിനായി ഒരുക്കണമേ കർത്താവെ. നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ കർത്താവെ. ആ ലോകം അതിന് മോഹം ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്തവൻ എന്നേക്കും നിലനിൽക്കുമെന്നുള്ള വചനപ്രകാരം ഞങ്ങൾ നിലകൊള്ളുവാൻ കർത്താവ്